ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ അബ്ദുൽ നാസർ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ചെറിയൊരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സാംസങ് മൊബൈൽ ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ ലോക്ക് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് ആളുകൾ ഡെയിലി മെസ്സേജ് ചെയ്തും പേഴ്സണൽ ആയിട്ടുള്ള മെസ്സേജ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക, എന്റെ ഫോൺ ലോക്ക് ആയിട്ടുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മളെ ലോക്ക് തന്നെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ക്ലിക്ക് ചെയ്താലും മൊബൈൽ ലോക്കാവും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ പിന്നിലുള്ള ടോപ്പ്, മൊബൈലിന്റെ പിന്നിലുള്ള ടോപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ബാറ്ററി ജസ്റ്റ് ഒന്ന് ഊരിയെടുത്തതിന് ശേഷം വീണ്ടും ഫോണിലേക്ക് തന്നെ വെക്കുക. വെച്ചതിന് ശേഷം നമ്മുടെ ഇതിൽ കാണുന്നത് നിങ്ങൾ കാണാം, സൈഡിലായിട്ട് ഓഡിയോ ബട്ടൺ ഇവിടെ ഉണ്ട്. ഇത് മെയിൻ പവർ ബട്ടണാണ്. മൊബൈൽ ഓൺ ആക്കുമ്പോഴും മെയിൻ പവർ ബട്ടണാണ്, ഓൺ ആക്കുമ്പോഴും പിന്നെ ഓഫ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ബട്ടൺ. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ സെന്റർ ബട്ടൺ. ഈ മൂന്ന് ബട്ടണും എന്ന് പറഞ്ഞാൽ നമ്മളെ ഓഡിയോ ബട്ടണും അതുപോലെ ഈ കാണുന്ന മെയിൻ പവർ ബട്ടണും ഈ സെന്റർ ബട്ടണും ഒരേ ടൈമിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ഇതുപോലെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അതിന് നിങ്ങൾക്ക് ഇവിടെ കാണാം ഗാലക്സി എന്നുള്ള നമ്മുടെ മൊബൈലിന്റെ പേര് വരുമ്പോൾ ആ നമ്മൾ ക്ലിക്ക് ചെയ്ത മൂന്നും ഈ സൈഡിലെ ബട്ടണായാലും ഈ മൂന്ന് ബട്ടണും നമ്മൾ കൈയെടുത്ത് മാറ്റി കൊടുക്കുക. അപ്പൊ നമ്മളെ ഫോൺ ഇതുപോലെയായിരിക്കും വരിക. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയായിരിക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൽ നിങ്ങൾ ഈ വോളിയം ബട്ടൺ എന്നുള്ള ഈ സൈഡിൽ നമ്മൾ എടുക്കാനുള്ളത് ഈ എന്റെ രണ്ടാമത്താണ് കാണിക്കുന്നത്. വൈപ്പ് ഡാറ്റ ഫാക്ടറി റീസെറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വൈപ്പ് ഡാറ്റ ഫാക്ടറി റീസെറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന്റെ ശേഷം ഈ പവർ ബട്ടൺ നമ്മളെ ഫോൺ ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം ഓക്കെ നമ്മൾ അത് ഓക്കെ കൊടുക്കുക. ഈ മെയിൻ ബട്ടണിലാണ് നമ്മൾ ഓക്കെ കൊടുക്കാനുള്ളത്. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു മുകളിലായിട്ട് വരും. അതിൽ നമ്മൾ ഏറ്റവും മുകളിൽ റീബൂട്ട് സിസ്റ്റം നൗ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണും. വീണ്ടും നമ്മളെ ഈ ഒരു പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോണ് റീസ്റ്റാർട്ട് ആയിട്ട് വരുന്നതായിരിക്കും. നമ്മളെ ഫോണിൽ ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് ആ ലോക്ക് നഷ്ടപ്പെട്ട് ഇനി നമുക്ക് പുതിയ ലോക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾ ഷെയർ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐഫോണിൽ എങ്ങനെയാണ് ലോക്ക് ആവുന്നത്, അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നിങ്ങളെ ഷെയർ എങ്ങനെയാണ് നോക്കിയതിന്റെ ശേഷമാണ് അടുത്ത വീഡിയോ കാണിക്കാം. അതുവരെക്കും നിങ്ങളുടെ സ്വന്തം അബ്ദുൽ നാസർ. വീണ്ടും കാണാം. ബൈ ബൈ ബൈ.